നമസ്കാരം. സംഘപരിവാരങ്ങൾ ഏതൊരു വസ്തു അല്ലെങ്കിൽ ഏതൊരു സിനിമ ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞോ ആ സാധനം കയറി സൂപ്പർ ഹിറ്റാവും. ഇപ്പോൾ എമ്പുരാൻ സിനിമക്ക് ടിക്കറ്റ് കിട്ടാനില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആളുകൾ നെട്ടോട്ടം ഓടുകയാണ് സിനിമയ്ക്ക് ഒരു ടിക്കറ്റ് കിട്ടുന്നതിന് വേണ്ടി. കത്തിവെക്കുന്നതിന് മുമ്പ് സിനിമ കാണണം എന്ന് ആഗ്രഹിച്ച ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോഴും അവർക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. സിനിമയാണെങ്കിൽ ഇപ്പോൾ 200 കോടി കടന്നു, 200 കോടി ക്ലബിലെത്തി. ഇന്നലെയാണ് അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നത്. സംഖ്യകൾ വെട്ടണം എന്ന് പറഞ്ഞ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് വെറും 2 മിനിറ്റും ചില്ലറ സെക്കൻഡും മാത്രമാണ് സിനിമയിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയത്. അത് അത്തരത്തിലുള്ള ചില ദൃശ്യങ്ങൾ ആ സിനിമയ്ക്ക് ഒന്നും ബാധിക്കില്ല. ഇനിയും ആ സിനിമ ആളുകൾ ഏറ്റെടുക്കും, ആ സിനിമ ഇനിയും ആളുകൾ കാണുമെന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ കൊച്ചിയിലെ ലുലു മാളുമായി ബന്ധപ്പെട്ട് നേരത്തെ ലുലു മാളിൽ പാകിസ്ഥാന്റെ പതാക ഉയർത്തിക്കെട്ടി ഇന്ത്യൻ പതാക താഴ്ത്തിക്കെട്ടി എന്ന് പറഞ്ഞുകൊണ്ട് പ്രതീഷ് വിശ്വനാഥനാണ് ഒരു പോസ്റ്റ് ഇട്ടത്. അത് പിന്നീട് വിവാദമായിരുന്നു. അതുപോലെ ലക്നൌവിൽ UP-യിലെ ലുലുമാളുമായി ബന്ധപ്പെട്ട് നേരത്തെ പല വിവാദങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. MA യൂസഫ് അലി സാഹിബ് കൊച്ചിയിൽ ലുലുമാൾ സ്ഥാപിച്ചത് ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ, മുസ്ലിങ്ങളല്ലാത്ത ആളുകളുടെ പണം അടിച്ചു മാറ്റുന്നതിന് വേണ്ടിയാണെന്ന് പോലും ഇവിടുത്തെ ഒരു വിദ്വാൻ പറഞ്ഞു. MA യൂസഫ് അലി സാഹിബ് കൊടുത്ത വാച്ച് കയ്യിൽ കെട്ടിക്കൊണ്ടാണ് ഈ ചങ്ങാതി ഇതൊക്കെ പറഞ്ഞു കൂട്ടിയത്. എന്നാലും ഇപ്പോൾ അറിയാൻ കഴിയുന്നത് 12 വർഷത്തിനിടെ ലുലുമാൾ സന്ദർശിച്ചത് 22 കോടി ജനങ്ങളാണ് എന്നുള്ളതാണ്. 12 വർഷത്തിനിടെ കൊച്ചിയിലെ ലുലുമാളിൽ എത്തിയത് 22 കോടി ജനങ്ങൾ. സംഘപരിവാരങ്ങൾ ഇപ്പോഴാരായി? അവരെ ജനങ്ങൾ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്തത്? പുച്ഛിച്ചു തള്ളി എന്നുള്ളതാണ്. ലുലുമാൾ ഹിറ്റായി. MA യൂസഫ് അലി സാഹിബിനെ പുകഴ്ത്തിക്കൊണ്ട് ഇപ്പോൾ പ്രൊഫസർ സാനുമാഷ് തന്നെ രംഗത്തെത്തി എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. ഇതൊക്കെ സംഘികൾക്ക് കിട്ടുന്ന നല്ല അന്തസ്, നല്ല എണ്ണം പറഞ്ഞ അടിയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ലുലുമാൾ കണ്ടുകഴിഞ്ഞപ്പോൾ തന്റെ 98-ാം വയസ്സിൽ അത്ഭുതം കണ്ട അനുഭൂതിയാണ് ഈ വൃദ്ധന് തോന്നുന്നതെന്ന് പ്രമുഖ സാഹിത്യകാരൻ പ്രൊഫസർ MA സാനുമാഷ് 12 വർഷം പൂർത്തിയായ ലുലുമാളിന്റെ വാർഷിക ആഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു പ്രൊഫസർ MK സാനു. മാളിലേക്ക് സാനുമാഷിനെ കൈപ്പിടിച്ചാണ് ലുലുമാൾ അധികൃതർ വരവേറ്റത്. തുടർന്ന് 1 മണിക്കൂറിലേറെ സമയം മീഡിയ ഹെഡ് NB സ്വരാജിന്റെ കൈപിടിച്ച് നടന്നു കണ്ടു. സ്നേഹപൂർവ്വം ഇലക്ട്രിക് വീൽചെയറിൽ സഞ്ചരിക്കുവാനുള്ള അഭ്യർത്ഥന വേണ്ടെന്ന് പറഞ്ഞായിരുന്നു മാഷിന്റെ നടത്തം. നിരവധി പേർ ഈ സമയം മാഷിനെ കണ്ടപ്പോൾ പരിചയം പുതുക്കാനും സെൽഫി എടുക്കാനും തിരക്കുകൂട്ടി. ലുലു റീജിയണൽ ഡയറക്ടർ സാദിഖ് കാസിമും ലുലു ഇന്ത്യ മീഡിയ ഹെഡ് NB സ്വരാജും ചേർന്ന് അദ്ദേഹത്തിന് മാളിലെ കാഴ്ചകൾ വിവരിച്ചു നൽകി. ഓരോ കാഴ്ചയും കണ്ട് ലുലുവിനെ കുറിച്ചും ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയെ കുറിച്ചുമുള്ള അദ്ദേഹത്തിന്റെ ഓർമ്മകളും പങ്കുവച്ചു. തുടർന്ന് നടന്ന വാർഷികാഘോഷത്തിൽ സാനുമാഷിനെ പൊന്നാട അണിയിച്ചും ഉപഹാരം നൽകിയും ലുലു ഗ്രൂപ്പ് ഇന്ത്യ CEO ആൻഡ് ഡയറക്ടർ MA നിഷാദ് ആദരിച്ചു. തുടർന്ന് 12ാമത് വാർഷികാഘോഷം കൂറ്റൻ കേക്ക് മുറിച്ച് സാനുമാഷ് ഉദ്ഘാടനം ചെയ്തു. ലോക പ്രശസ്തമായ ലുലുമാൾ ഏറ്റവും വിദഗ്ധമായി കൊണ്ടുപോകുന്നതിൽ MA യൂസഫ് അലിയുടെ പങ്ക് വലുതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു രാജ്യത്തിന്റെ രക്തനാഡി എന്നത് വാണിജ്യമാണ്. ആ വാണിജ്യ ലോകത്ത് അതുല്യനായ വ്യക്തിയായി MA യൂസഫ് അലി മാറി. വിദഗ്ധമായും ആകർഷകമായും ലോകമൊട്ടാകെ വ്യാപിച്ച ലുലുവിനെ നടത്തിക്കൊണ്ടുപോകുന്നത് പ്രവർത്തന രീതിയുടെ മികവാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. ജീവനക്കാർക്ക് മാത്രമല്ല, സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നവർ പോലും മാളിന്റെ ഗുണഭോക്താക്കളായി മാറിക്കഴിഞ്ഞു. 22 കോടി ജനങ്ങൾ കഴിഞ്ഞ 12 വർഷത്തിനകം ലുലുമാൾ സന്ദർശിച്ചു എന്നത് അവിശ്വസനീയ കാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലുലു ഇന്ത്യ CEO ആൻഡ് ഡയറക്ടർ MA നിഷാദ്, ലുലുമാൾസ് ഇന്ത്യ ഡയറക്ടർ ഷിബു ഫിലിപ്പ്, ലുലു റീജിയണൽ ഡയറക്ടർ സാദിഖ് കാസിം, ലുലു ഇന്ത്യ മീഡിയ ഹെഡ് NB സ്വരാജ്, ലുലു ഇന്ത്യ ഹൈപ്പർ മാർക്കറ്റ് ജനറൽ മാനേജർ സുധീഷ് നായർ, കൊച്ചി ലുലുമാൾ ജനറൽ മാനേജർ വിഷ്ണു ആർനാഥ്, ലുലു ഹൈപ്പർ മാർക്കറ്റ് ജനറൽ മാനേജർ ജോ പൈനേടത്ത്, ലുലുമാൾ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ജയേഷ് നായർ, ഓപ്പറേഷൻസ് മാനേജർ O സുകുമാരൻ തുടങ്ങിയവർ സംബന്ധിച്ചു.